വൈകി വന്ന പ്രേക്ഷകരാണ്. നമ്മൾ മോർണിംഗ് വാക്കിനായി ഇന്ന് എത്തിയിരിക്കുന്നത് എറണാകുളത്തെ നവീകരിച്ച മാർക്കറ്റിലാണ്. ഇവിടുത്തെ വിസ്മയം കണ്ട് വിസ്മയ കാഴ്ചകൾ കണ്ട് കണ്ണ് തള്ളിയിരിക്കുകയാണ് ഞാനും ക്രിസ്ത്യൻ ചേച്ചിയും. നോക്കുക, പല സ്ഥലങ്ങളിൽ നിന്നുള്ള എൻട്രികളുണ്ട്. നമ്മളത് നേരത്തെ ആദ്യം കണ്ടത് അതിന്റെ പ്രധാനപ്പെട്ട ഗേറ്റാണ്. പിൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റൊരു എൻട്രി ഉണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ എൻ്റർ ചെയ്യാം. ഇവിടെയൊക്കെ ഇപ്പം കച്ചവടക്കാരിങ്ങനെ അതിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. ഗുഡ്സിൽ നിന്ന് സാധനങ്ങളൊക്കെ വന്ന് അതൊക്കെ ഇങ്ങനെ മാറ്റുന്ന സമയത്താണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെന്താ? എന്റെ പേര് അൻസാർ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ നമ്മുടെ പുതിയ? അടിപൊളി സൂപ്പർ മാർക്കറ്റ്. എല്ലാ സൗകര്യങ്ങളൊക്കെ ആവശ്യമാണ്. വിശാല സൗകര്യമാണ്. അടിപൊളി വിശാല സൗകര്യം. അതും ചിന്തിക്കാൻ പറ്റില്ല. അജഗജാന്തര വ്യത്യാസം. അതിൽ ഈ ഒരു ആധുനിക രീതിയിൽ മാറ്റിയപ്പോ അത് കച്ചവടത്തെ എങ്ങനെയായിരിക്കും ബാധിക്കാം? കച്ചവടത്തിന് അനുകൂലമായിട്ട് വരാനാണ് എല്ലാ സാധ്യതയും കാണുന്നത്. വണ്ടി ഒരുപാട് പുരോഗമിക്കും. എന്താ വെച്ചാൽ പുതിയ മാർക്കറ്റ് വരുമ്പോ പുതിയ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് കച്ചവടം ഒരുപാട് വർദ്ധിക്കും എന്നാണ് നമ്മളെ ഇതിൽ പ്രതീക്ഷ. അത് ഏറ്റവും വലിയ സൗകര്യം വണ്ടി പാർക്കിംഗ് ഉണ്ട്. വൃത്തി, ഏറ്റവും നല്ല വൃത്തി. ഒരു ലുലുമാളി പോകുന്ന പ്രതീതി കിട്ടും ഇതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ശൗചാലയങ്ങളുണ്ട് എല്ലാ കോംപ്ലക്സിലേക്ക്. ആധുനിക രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും. ഇതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ചിന്തിക്കാനില്ല. അത് എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം എറണാകുളത്ത് വന്നു, മറ്റ് സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ ഇത് വരണമെന്നാണ് ആഗ്രഹം. കാലം മാറുമ്പോ എല്ലാം മാറണമല്ല. നടക്കട്ടെ, കച്ചവടം നടക്കട്ടെ. ഓക്കെ. അപ്പോൾ സന്തോഷം ഉള്ള ഒരുപാട് മനുഷ്യരായുണ്ട്. നമ്മുടെ തൊഴിലിടത്തിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടു കൂടെ വരാൻ ഇടയായാൽ എന്ത് രസമായിരിക്കും അല്ലേ? രണ്ടാമത്തെ ഒരു വീട്. അപ്പൊ ഇവരൊക്കെ ഇപ്പൊ ആ സന്തോഷത്തോടു കൂടെയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ ഹഫ്സ പറയുന്നു മകൾ ഫാത്തിമ ലസിന്റെ പിറന്നാളാണെന്ന് വിഷയം. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ ലസിൻ. നമ്മുടെ ഷിബിൻ ബഷീർ ക്യാമറാമാന്റെ പിറന്നാൾ കൂടിയാണ്. അപ്പൊ ഷിബിനും വെരി 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 ഹാപ്പി ബർത്ത്ഡേ. സ്പെഷ്യൽ ആണ്. കാരണം നമ്മുടെ എന്നും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഫാമിലി മെമ്പർ ആണെങ്കിലും എപ്പോഴും ഈ മെസ്സേജുമായിട്ട് നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വരുന്ന ആളാണ്. അപ്പോൾ അടുത്ത വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. നമ്മൾ രാജ്യസഭയിൽ നിന്നുള്ള വാർത്തയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായുള്ളത്. ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിക്കെതിരായ അവിശ്വാസ പ്രമേയം നിലനിൽക്കെ തന്നെ ഇന്ന് 2 ദിവസത്തെ ഭരണഘടനാ ചർച്ചകൾക്കും കൂടെ തുടക്കമാവുകയാണ് അല്ലേ? അതെ. അപ്പൊ എന്താണ് അതിന്റെ വിവരങ്ങൾ? കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രാഹുൽ ഗാന്ധി പ്രസംഗിക്കുന്നതിന് മണിക്കൂറുകൾ നീണ്ട സുദീർഘമായ മറുപടി പ്രസംഗം പ്രധാനമന്ത്രി നടത്തിയാണ്. ഇപ്പോൾ രാജ്യസഭയിലും ചർച്ചകൾ വരുമ്പോൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ബൽറാം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. രാജ്യസഭയിലും വലിയ വാക്പോര് തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ചർച്ച നടക്കുന്നത് ഭരണഘടനയിലാണെങ്കിൽ പോലും ആ ചർച്ചയ്ക്കുള്ളിൽ നിലവിൽ വിവാദമായ മറ്റ് വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്താൻ ഉള്ള തീരുമാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷം ഉള്ളത്. അദാനി കോഴ വിവാദം, ഒപ്പം തന്നെ മണിപ്പൂർ സംഘർഷം, സംബാൽ സംഘർഷം അടക്കം ഉയർന്നു വന്ന മുഴുവൻ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിരിക്കും പ്രതിപക്ഷ അംഗങ്ങളുടെ പ്രസംഗങ്ങൾ എല്ലാം തന്നെ. എന്നാൽ ഭരണപക്ഷം അതിനെ നേരിടാൻ ഉറച്ചിരിക്കുന്നത് അടിയന്തരാവസ്ഥ പ്രധാന ആയുധമാക്കിക്കൊണ്ടാണ്. ലോക്സഭയിലേത് സമാനമായ തന്ത്രം തന്നെയാണ് രാജ്യസഭയിലും BJP നേതാക്കൾ സ്വീകരിക്കുക എന്ന ഉറപ്പാണ്. അതിനിടെ രാജ്യസഭയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരായ പ്രതിപക്ഷത്തിന്റെ അവിശ്വാസ പ്രമേയം നിലനിൽക്കെയാണ് ഇത്തരത്തിൽ ഒരു ചർച്ച നടക്കുന്നത്. കഴിഞ്ഞ 4 ദിവസങ്ങളിലും രാജ്യസഭ നിമിഷങ്ങളോളം മാത്രമാണ് സമ്മേളിക്കാൻ കഴിഞ്ഞത്. രാജ്യസഭാ അധ്യക്ഷനെതിരായ അവിശ്വാസ പ്രമേയ നോട്ടീസിന്റെ പേരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടുകയും പ്രതിപക്ഷ നേതാവും രാജ്യസഭാ അധ്യക്ഷനും തമ്മിൽ കൊമ്പുകോർക്കുകയും ചെയ്യുന്ന നിമിഷങ്ങൾക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യസഭ സാക്ഷ്യം വഹിച്ചിരുന്നു. ഇതിന്റെ തുടർച്ച ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. ഈ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും JP നദ്ദയായിരിക്കും ആദ്യം ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കുക. അതേസമയം പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ ആയിരിക്കും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ആദ്യം സംസാരിക്കുക. മുതിർന്ന നേതാക്കളെ തന്നെയാണ് കോൺഗ്രസും ഈ ചർച്ചകളിൽ അണിനിരത്തുന്നത്. BJPയും സമാനമായി മുതിർന്ന നേതാക്കളെ തന്നെയായിരിക്കും ചർച്ചകളിൽ പങ്കെടുപ്പിക്കുക. അതേസമയം തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ 11 അംഗങ്ങളും ചർച്ചകളിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് 11 പേരും സംസാരിക്കുക എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന തന്ത്രം എന്നുള്ളത്. 2 ദിവസം നീണ്ട ചർച്ചകൾക്ക് മറുപടി പറയുക രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായായിരിക്കും എന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. പ്രധാനമന്ത്രി ലോക്സഭയിൽ മറുപടി പറഞ്ഞുവെങ്കിൽ രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി മറുപടി പറയട്ടെ എന്നാണ് ഭരണപക്ഷം സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം എന്നുള്ളത്. വലിയ വാക്പോരിന് തന്നെ ഈ ചർച്ചകൾ ഇടയാക്കും എന്ന് തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ രാജ്യസഭയിൽ നിലനിൽക്കുന്ന അന്തരീക്ഷത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രതീക്ഷിക്കേണ്ടത്. ക്രിസ്റ്റീന, പ്രജിൻ.
ശരി ബൽറാം, അപ്പോൾ അത് തന്നെയാണ് രാജ്യസഭയിലും ഇതിൽ ശക്തമായ ചർച്ച ഉണ്ടാകുന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മറ്റൊരിടത്തേക്ക് എത്തുമ്പോൾ ഇവിടെ കുറേ മെഷീനറീസ് ഉണ്ട്. ഇതെന്താണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ PR അശ്വിനോട് തന്നെ ചോദിക്കാം. നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, ഇത് പല വേസ്റ്റ് മാനേജ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്താണ്, ഈ ഏരിയ എന്താണ്? ഈ ഏരിയ ശരിക്കും നമ്മുടെ ഒരു മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക പച്ചക്കറി വേസ്റ്റ് ആണ്. അപ്പൊ ഈ പച്ചക്കറി ബയോ വേസ്റ്റുകൾ ഇതിന്റെ അകത്തേക്ക് ഇടും. ഇത് ക്രഷ് ചെയ്തിട്ട് നേരെ നമുക്ക് ഇവിടെ ഇത് കളക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് അടുത്ത ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് നമ്മൾ കുറച്ച് എന്താ പറയുക ചെതറി ഇങ്ങനെ ഇട്ടിട്ട് ഇത് റൺ ചെയ്യുന്നതാണ്. ഇത് റൺ ചെയ്തിട്ട് ഈ വേസ്റ്റ് നമുക്ക് നേരെ എൻഡിൽ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഡ്രൈ ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിൽ നിന്നാണ് ഇതിന്റെ അകത്ത് ഈ അടുത്ത മെഷീനിലേക്ക് നമ്മളത് ഇടുക. ഇതിലേക്ക് ഈ മെഷീന്റെ നമ്മൾ ഇതിന്റെ അകത്തേക്കാണ് ഇതിടുക. ഈ മെഷീന്റെ അകത്ത് നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ് ഇതുവഴി അത് കൃത്യമായ നമ്മുടെ ആ ടെമ്പറേച്ചർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഇതാ ഇവിടെ ഇപ്പം വളമാക്കി വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിന്റെ അകത്തേക്ക് ഇത് ഈ അടുത്ത് തന്നെ കഴിഞ്ഞ 2 ദിവസങ്ങളെ കൺവേർട്ട് ചെയ്ത് വെച്ച വളമാണ്. ദാറ്റ് മീൻസ് ഒരു 1 ടണ്ണോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺവേർട്ട് ചെയ്ത് വളമാക്കി മാറ്റാൻ പറ്റും. ഇപ്പം ആർക്ക് ഇതിന് ആവശ്യക്കാരുണ്ടോ? ഇത് കോർപ്പറേഷന് കൈമാറും. അവർക്കത് എന്താണ് കോർപ്പറേഷന് തീരുമാനം അനുസരിച്ച് കൊണ്ടുപോകാം. ഇത് മാത്രമല്ല, ഇനി എക്സിസ്റ്റ് വേസ്റ്റുകൾ കൂടുതൽ വരികയാണെങ്കിൽ അത് കൊണ്ടുപോകാൻ വേണ്ടി ഓൾറെഡി CSMൽ ഒരു 15ഓളം കോമ്പാക്ടറുകൾ കോർപ്പറേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ കോമ്പാക്ടർ ഉപയോഗിച്ച് ആ വേസ്റ്റുകൾ ഇവിടുന്ന് മാറ്റാനുള്ള സൗകര്യങ്ങളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതായത് വേസ്റ്റിന് ഒരിക്കലും വേസ്റ്റായി ഇവിടെ കിടക്കില്ല, അത് വളമായി വേറൊരു തരത്തിൽ ഉപകാരപ്പെടുകയേ ഉള്ളൂ. എപ്പോഴും മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രശ്നം ഇതാണല്ലോ, പഴയ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പൊ അതിൽ നിന്ന് ഏറ്റവും വലിയ എന്താ പറയുക ഒരു പ്ലാനാണ് CSM അതിന് വേണ്ടി ഉണ്ടാക്കിയത്. അത് വേസ്റ്റ് വേറൊരു തരത്തിൽ ഉപകാരപ്പെടുത്തുന്ന തരത്തിൽ. ദാറ്റ് മീൻസ് ഒരു കംപ്ലീറ്റ് എന്താ പറയുക വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കും. കൃത്യമായിട്ട് ഏറ്റവും ആവശ്യമായുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി പരിഗണിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 24 കണക്റ്റും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന ഭവന പദ്ധതിയിലെ പാലക്കാട്ടെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. എലപ്പുള്ളി പ്ലായം പള്ളം സ്വദേശി ഗോപി പുഷ്പലത ദമ്പതികൾക്കാണ് ഈ വീട് ഒരുങ്ങുന്നത്. കൂലിപ്പണിക്കാരനായ ഗോപിയുടെയും പുഷ്പലതയുടെയും വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമാകുന്നത്. ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ സ്വന്തമായൊരു കൂരയെന്ന സ്വപ്നം അന്യമായിരുന്നു ഇവർക്ക്. ചെറിയ ഷെഡിലായിരുന്നു ഇക്കാലം അത്രയും ഈ 4 കുടുംബത്തിന്റെ താമസം. ലൈഫ് പദ്ധതിയിൽ അടുത്തൊന്നും പരിഗണിക്കപ്പെടില്ലെന്ന് ഉറപ്പായതോടെയാണ് പഞ്ചായത്ത് മെമ്പറുടെ സഹായത്തോടെ ഗോപി 24 കണക്റ്റുമായി ബന്ധപ്പെട്ടത്. നല്ല സന്തോഷമുണ്ട്, ആയിരം സന്തോഷമാണ്. ഞങ്ങൾ കഷ്ടമായിരുന്നതാണ്, കുട്ടികളെ കൊണ്ട് ഒരു ഷെഡിൽ ചെറുതായി ഇങ്ങനെ ഇരുന്നതാണ്. 24നും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സന്തോഷം, ആയിരം സന്തോഷമുണ്ട്. ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് പണി പൂർത്തിയായിട്ടാണ് വിചാരിക്കുന്നത്. എലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, 24 കണക്ട് ജില്ലാ കോർഡിനേറ്റർ ജയപ്രകാശ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനങ്ങളും അതുപോലെ സന്നദ്ധ സംഘടനകളും എല്ലാവരും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഒരു നേട്ടം കൈവരിക്കാൻ കഴിയുക. അതെന്തായാലും എലപ്പള്ളി പഞ്ചായത്തിൽ 24ൻ്റെ ഈ ഒരു ഉദ്യമം വളരെ നല്ലതായിട്ട് തോന്നുന്നു. ഒരുപാട് പേര് ഇതുപോലെ പാവങ്ങൾ ഒരുപാട് വാർഡിൽ ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളുടെ അറിവിൽ പറയുന്നത്. പറ്റാവുന്ന സഹായം ഞങ്ങൾ പഞ്ചായത്തിന് ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ജില്ലയിൽ കൂടുതൽ വീടുകൾ നൽകാനുള്ള തയ്യാറെടുപ്പുകൾ 24 കണക്ട് നടത്തുന്നുണ്ട്. 24 പാലക്കാട്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും കമന്റ് ബോക്സിലുണ്ട്. അപ്പോൾ ചിലരൊക്കെ ഇതൊന്ന് നമ്മുടെ സാധാരണ സ്വഭാവം വെച്ചിട്ട് 1 മാസം കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. കണ്ടിടത്തോളം കൊള്ളാം, മെയിൻ്റനൻസ് ആണ് റിസ്ക് എന്ന് ലിൻഡ MP പറയുന്നു. അപ്പോൾ പൊതു ഇടങ്ങൾ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി സംസ്കരണ പ്ലാന്റുകൾ പ്രവർത്തിപ്പിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് പിടിച്ചാലേ നല്ല രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ അല്ലേ? നമ്മുടെ സുലൈമാൻ അബ്ദുൽ ഖാദർ നിങ്ങളോടൊപ്പം നടക്കാനിറങ്ങി ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല. ആര് പറഞ്ഞു? നിങ്ങളെ മൈൻഡ് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. മിനി ബാബു ചേച്ചി പറയുന്നുണ്ട്, ക്രിസ്റ്റീന കുട്ടി ചായ വേണോ? ഞാനൊരു ചായ കുടിക്കട്ടെ. ചായ അർജന്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോ മറ്റൊരു ഫ്ലോറിലേക്ക് എത്തിയപ്പോൾ ഇവിടെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിനെ സജ്ജീകരിച്ചിരിക്കുന്നത്. കാരണം ഇതിന് എന്താണെന്ന് നമുക്ക് നമ്മുടെ പിയറോട് ചോദിക്കാം. അശ്വിൻ, അപ്പൊ ഈ ഒരു ഏരിയ ഇതിനകത്തൊരു ഗ്ലാസ് ഡോർ ഉണ്ട്, 2 സൈഡിലും. എല്ലാ സൈഡിലും ഗ്ലാസ് ഡോർ ഉണ്ട്. ഇത് ഫിഷ് മീറ്റ് എല്ലാത്തിൻ്റെ മാർക്കറ്റ്, പോട്ടറി എല്ലാത്തിൻ്റെയും മാർക്കറ്റാണ്. സോ ഇത് ഡിസൈൻ ചെയ്തതിന് ആദ്യം അതായത് ഗ്ലാസ് ഡോർ ഉണ്ട്. ഇൻ കേസ് ആരെങ്കിലും നമുക്കറിയാം സ്മെല്ല് പുറത്തേക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്മെല്ലാണ്. അപ്പോൾ ആ സ്മെല്ലൊന്നും പുറത്തേക്ക് ഒരാളകത്ത് കയറിയത് ഓട്ടോമാറ്റിക് ഔട്ടാവും, ക്ലോസ് ചെയ്യും. പിന്നെ ഇത് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവിടെ ഈ 2 സൈഡിലും നമ്മൾ ഗ്ലാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് ഈ സ്മെല്ല് താഴേക്കോ അടുത്ത ഫ്ലോറിലേക്കോ പോയില്ല. പിന്നെ ഇവിടെ കൃത്യമായി വന്ന ഈ എയർ വെന്റിലേഷൻ കാണാൻ, അതായത് ഫ്രഷ് എയർ അകത്തേക്ക് വരും, സക്ക് ചെയ്ത് ഈ ബാഡ് സ്മെല്ല് പുറത്തേക്ക് സക്ക് ചെയ്ത് വിടും. ദാറ്റ് മീൻസ് സ്മെല്ലിന്റെ ഒരു ഇഷ്യൂ
ഇവിടെ ഉണ്ടാവില്ല. അത് മാത്രമല്ല നോക്കിയാൽ കാണാൻ കൃത്യം ഒരു ഡ്രെയിനേജ് കൊടുത്തിട്ടുണ്ട്. അത് ഈ കട്ട് ചെയ്യുന്ന ബ്ലഡ് ഈ കാര്യങ്ങളെല്ലാം പോകാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ട്. അവർക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്. വൃത്തി എന്നുള്ളതിന് ഒരു കോംപ്രമൈസും ഇല്ല. വൃത്തി മാത്രമല്ല അശ്വിനി, സാധാരണ നമ്മൾ ഈ വികസനം എന്ന് പറയുമ്പോൾ അത് വളരെ ഷോർട്ട് ടേം ആയിട്ടാണ് നമ്മൾ കാണുന്നതെന്ന് പറയാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ദീർഘവീക്ഷണത്തോടു കൂടി, അതായത് പ്ലാൻ ബി എല്ലാം ഉൾപ്പെടുത്തി എല്ലാം ഉണ്ട്. മീൻസ് അതായത് ഇതിവിടെ കാണാം, ഓരോന്നിലും നമ്മൾ സക്ക് ചെയ്യാനുള്ള എയറിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതായത് ആ സ്മെല്ല് സക്ക് ചെയ്തിട്ട് ഗുഡ് എയർ പുറത്തേക്ക് വരാനുള്ള. അത് മാത്രമല്ല ഇത് കംപ്ലീറ്റ് ടൈറ്റ് ആണ്, എയർ ടൈറ്റ് ആണ്. മീൻസ് ഇവിടെ നിന്നുള്ള സ്മെല്ല് താഴത്തെ ഫ്ലോറിലേക്കോ അടുത്ത ഫ്ലോറിലേക്കോ ഇത് പോവില്ല. ഇവിടെ നിന്ന് തന്നെ അത് ക്ലീൻ ചെയ്തെടുക്കാവുന്ന രീതിയിൽ. ദാറ്റ് മീൻസ് വൃത്തി ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടാണ്. എനിക്കൊന്ന് ഇവിടെ വർക്ക് ചെയ്യാനും ഇവിടെ കച്ചവടം നടത്താനും ആൾക്കാർക്കും താല്പര്യമുണ്ട്. ആൾക്കാരും താല്പര്യമുണ്ട്. പല ആളുകൾ ഇപ്പൊ അന്വേഷിച്ച് തുറച്ചു ഇവിടുത്തെ കടക്കാരോട് ചോദിച്ചാൽ അറിയാം ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അത് ആരാണ് ഇവിടെ സ്ഥലം പ്രൊവൈഡ് ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ല. കാരണം നേരത്തെ ഉണ്ടായ ഇത്ര എണ്ണം കടകൾ ഉണ്ടാവും, ആ കടകൾക്ക് അല്ലാതെ കൂടുതൽ ആൾക്കാർക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം ഇത് ആദ്യം ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ 275 കടകൾ ഇപ്പോൾ ടോട്ടൽ ഇവിടെയുണ്ട്. അതായത് ഇൻക്ലൂഡിങ് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും. ഇതല്ലാതെ തേർഡിലും അടുത്ത സെക്കൻഡിലും തേർഡും നമ്മൾ വേക്കൻ്റായി ഇട്ടതാണ്. ഇൻ ഫ്യൂച്ചറിൽ കോർപ്പറേഷൻ അത് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതായത് പുതിയ കടകൾ അവിടെ അലോട്ട് ചെയ്യാം. സോ ഈ മാർക്കറ്റ് ഒന്നുകൂടെ വളർന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണമെങ്കിൽ ഇതിന്റെ ഫ്യൂച്ചർ എന്താ പറയുക വാസ്റ്റ് ആയി കിടക്കണം. നഗരസഭക്കും തീരുമാനിക്കാം അല്ലേ? കോർപ്പറേഷൻ അത് എന്തായാലും വീണ്ടും വളരട്ടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് വനിതാ പ്രീമിയർ ലീഗിലേക്ക് ഒരു മലയാളി താരം കൂടി എന്ന വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. വയനാട്ടുകാരി വിജയ് ജോഷിതയെ 10 ലക്ഷം രൂപയ്ക്ക് നിലവിലെ ജേതാക്കളായ റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. പേസ് ബൗളറായ ജോഷിത ഇന്ത്യ അണ്ടർ 19 താരമാണ്. മിന്നുമണി, ആശാ ശോഭന, സജന സജീവൻ എന്നിവരാണ് വനിതാ പ്രീമിയർ ലീഗിൽ കളിക്കുന്ന മറ്റ് മലയാളി താരങ്ങൾ. വീണ്ടും കേരളത്തിന് അഭിമാനം. അടുത്ത സെഗ്മെന്റിലേക്ക് പോകണം അല്ലേ? ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. നമുക്ക് സന്നിധാനത്തേക്ക് പോവാം. അശ്വിൻ പാലാഴി അവിടെ നിന്നും തത്സമയം ചേരും. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. അപ്പോൾ അശ്വിൻ, ഗുഡ് മോർണിംഗ്. എന്താണ് ഇപ്പോൾ ഈ സീസൺ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിവസവും തിരക്കുണ്ട് അവിടെ, തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രമാത്രം തീർത്ഥാടകർ അവിടെ എത്തി ദർശനം നടത്തി മടങ്ങിയിട്ടുണ്ട്? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ധനുമാസം 1-ാം തീയതിയാണ്. ഈ ധനുമാസ പുലരിയിൽ സന്നിധാനത്തേക്ക് ദർശനത്തിനായി എത്തുന്നത് നിരവധി ഭക്തരാണ്. കഴിഞ്ഞ 2 ദിവസം ഭക്തരുടെ വലിയ തിരക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. എന്നാൽ ഇന്ന് ധനുമാസം 1-ാം തീയതിയിലേക്ക് എത്തുമ്പോൾ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. നടപ്പന്തലിലാണെങ്കിൽ പോലും വലിയ ക്യൂ ഉണ്ട്, നീണ്ട നിര ഭക്തരുടെ ഉണ്ട്. പമ്പയിൽ നിന്ന് കൂടുതൽ ആളുകൾ കയറി തുടങ്ങിയതായും പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. ഈ 6 മണി വരെ, പുലർച്ചെ 6 മണി വരെയും ദർശനം നടത്തിയവരുടെ മാത്രം എണ്ണം എന്ന് പറയുന്നത് 22,000-ന് മുകളിലേക്കാണ്. അതായത് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ആളുകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ ഇന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെയും മിനിയാന്നുമൊക്കെ ആളുകളുടെ എണ്ണം തീരെ കുറവായിരുന്നു. ഇന്നലെ മുഴുവൻ സമയം ദർശനം നടത്തിയത് കേവലം 71,000 ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് സന്നിധാനത്തിന് താഴേക്ക് വിരിവെക്കുന്നിടത്തിലേക്കൊക്കെ പോയാൽ അവിടെയും വലിയ ഭക്തജന തിരക്ക് കാണുന്നുണ്ട്. ഇവരെല്ലാം ദർശനം നടത്തി മടങ്ങിയവരും ഒപ്പം ദർശനത്തിനായി പുല്ലുമേട് വഴി യാത്ര ചെയ്തെത്തുന്ന ആളുകളുമൊക്കെയാണ്. അങ്ങനെ വലിയ നിര, വലിയ തിരക്ക് ഇന്ന് സന്നിധാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ധനുമാസ പൂജകൾ അല്പസമയം മുമ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം പോലീസിന്റെ പുതിയ ബാച്ച് ഇന്ന് സന്നിധാനത്ത് ചുമതലയേൽക്കുകയാണ്. 2400 പേരടങ്ങുന്ന സംഘമാണ് പമ്പ മുതൽ സന്നിധാനം വരെയുള്ള വിവിധ ഡ്യൂട്ടികളിലേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും തിരക്കുണ്ടെങ്കിൽ പോലും സുഗമമായ ദർശനവും ഭക്തജനങ്ങളുടെ തിരക്കുമൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. യെസ്, അപ്പോൾ അതാണ് തിരക്ക് തുടരുകയാണ് അല്ലെ അവിടെ. ഇന്നത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. തബല മാന്ത്രികൻ, സംഗീതജ്ഞൻ, നാദവിസ്മയം സാക്കിർ ഹുസൈൻ അന്തരിച്ചു എന്ന വാർത്ത ഈ മണിക്കൂറിൽ പുറത്തുവരുന്നു. കുടുംബം അത് സ്ഥിരീകരിക്കുന്നുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് രാവിലെ അറിയിച്ചത് അങ്ങനെയല്ല, ചികിത്സയിൽ തുടരുന്നു എന്നാണ്. ഇന്നലെ തന്നെ മരിച്ചു എന്ന വാർത്തകൾ വന്നിരുന്നു. ആ രീതിയിൽ മാധ്യമങ്ങൾ ആ വാർത്ത നൽകിയതുമാണ്. പക്ഷെ പിന്നീടാണ് കുടുംബം പറയുന്നതല്ല, സഹോദരൻ പറയുന്നതില്ല, ചികിത്സയിൽ
തുടരുകയാണെന്നാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായത്? ഇപ്പോൾ ഈ മരിച്ചു എന്ന വാർത്ത കുടുംബം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ശ്രീനാഥചന്ദ്രൻ മുംബൈയിൽ നിന്ന് നൽകും അതിന്റെ വിവരങ്ങൾ. ശ്രീനാഥ്, സക്കീർ ഹുസൈൻ സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അന്തരിച്ചു എന്ന വാർത്ത വന്നു. അതിനുശേഷം പിന്നീട് അതിൽ വിശദീകരണവുമായി ബന്ധു എത്തി. എന്താണ് അവിടെ ഒരു ആശയക്കുഴപ്പം സംഭവിച്ചത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വാർത്താവിനിമയ മന്ത്രാലയമാണ് യഥാർത്ഥത്തിൽ ആദ്യം ഇക്കാര്യം സ്ഥിരീകരിച്ച് നൽകിയത്. അതിനുശേഷം ദൂരദർശൻ അടക്കമുള്ള ഔദ്യോഗിക വാർത്താ ചാനലുകൾ അടക്കം ഈ കാര്യങ്ങൾ നൽകുകയും ചെയ്തു. പക്ഷെ പിന്നീട് ഈ കുടുംബാംഗങ്ങളിൽ ചിലർ ട്വിറ്ററിൽ, എക്സിൽ ഈ തരത്തിലുള്ള വാർത്തകൾ അത് അടിസ്ഥാനരഹിതമാണ് എന്നുള്ള തരത്തിൽ പോസ്റ്റുകൾ ചെയ്തു. അദ്ദേഹം ഇപ്പോഴും ആരോഗ്യവാനായി തന്നെ ഉണ്ട്, അദ്ദേഹത്തിന്റെ ജീവൻ ഇതുവരെ നഷ്ടമായിട്ടില്ല എന്ന് ഒരു ട്വീറ്റ് വന്നു. അതിന് പിന്നാലെയാണ് ഈ മാധ്യമങ്ങൾ ആ വാർത്ത പിൻവലിച്ചത്. പക്ഷെ അദ്ദേഹത്തിന്റെ മരണം ഇതോടകം തന്നെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിൽ വന്ന ചില സംശയങ്ങളും അവ്യക്തതകളുമാണ് ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും 2 ആഴ്ചയിലേറെ അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിലെ ആശുപത്രിയിൽ ഹൃദയ സംബന്ധിയായ അസുഖങ്ങൾക്ക് ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില കൂടുതൽ വഷളായി. ICUവിലായിരുന്നു അദ്ദേഹം. തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നു അദ്ദേഹം പ്രവേശിപ്പിച്ചിരുന്നത്. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ മരണവും സംഭവിക്കുന്നു. മൃതദേഹം ഇനി ഇപ്പോൾ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് കുടുംബം ഈ മരണകാരണം ആ കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്, സ്ഥിരീകരിക്കുന്നത് പോലും. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിന്റെ ഒരു വലിയ വിഖ്യാതനായ ഒരു സംഗീതജ്ഞനാണ് വിടവാങ്ങുന്നത്. തബല എന്ന വാദ്യോപകരണം അതിൽ എത്രത്തോളം വിസ്മയങ്ങൾ സൃഷ്ടിക്കാം എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഒരു കലാകാരൻ. പിതാവിന്റെ വഴിയെ സഞ്ചരിച്ച് പിതാവിനേക്കാൾ പ്രശസ്തനായി അദ്ദേഹം മാറുകയും പാശ്ചാത്യ സംഗീതത്തിൽ തബലയ്ക്ക് ഒരു ഇടമുണ്ടാക്കി കൊടുക്കുകയും ആ തരത്തിൽ വലിയ തലത്തിലേക്ക് തബലയെ കൊണ്ടുപോവുകയും ചെയ്ത കലാകാരനാണ്. പലതവണ ഗ്രാമി അവാർഡ് കിട്ടിയിട്ടുണ്ട്, പത്മശ്രീ, പത്മവിഭൂഷൺ, അങ്ങനെ രാജ്യത്തിന്റെ അംഗീകാരങ്ങൾ പലതവണ കിട്ടി. ഈ കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ പോലും ഗ്രാമി പുരസ്കാര വേദിയിൽ അദ്ദേഹം തിളങ്ങി നിന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ പോലും പുരസ്കാരം ഏറ്റവും ഒടുവിൽ അദ്ദേഹം നേടി. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ മരണം നടന്നതിന് കൃത്യം 1 വർഷം മുമ്പ് മുംബൈയിൽ വെച്ച് അദ്ദേഹം മട്ടന്നൂരുമായി ചേർന്ന് ഒരു ജുഗൽബന്ദി നടത്തിയതും നമ്മുടെ ഒരു അനുഭവം, മുംബൈക്കാരുടെ മനസ്സിൽ ആ ഒരു അനുഭവം പോലും അവിടെ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മരണ വാർത്ത ഇത്ര വേഗത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കേരളവുമായും അദ്ദേഹത്തിന് വലിയ ബന്ധമുണ്ട്. കേരളത്തിൽ പലവട്ടം സന്ദർശനം നടത്തിയത് കോഴിക്കോട് മലബാർ മഹോത്സവത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ തബല വായന കേട്ട അനുഭവം പലർക്കും ഉണ്ടാകും. കാരണം കോഴിക്കോട് പോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു മലയാളികളുടെ ഒരു വലിയ കൂട്ടം ഉള്ള ഇടത്ത് അദ്ദേഹത്തിന്റെ ആ പ്രകടനം അദ്ദേഹം പലപ്പോഴും പല അഭിമുഖങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷാജി എൻ കരുണ, വാനപ്രസ്ഥം പോലെയുള്ള ചിത്രങ്ങളിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതം ഒരുക്കി. പെരുവനത്ത് അദ്ദേഹം നേരിട്ടെത്തി അവിടെ നടത്തിയ പരിപാടികൾ, അങ്ങനെ കേരളവുമായും വലിയ ബന്ധം, ചെണ്ടയെ വലിയ തോതിൽ സ്നേഹിച്ച ഒരു സംഗീതജ്ഞൻ, വാദ്യോപകരണങ്ങളോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു സ്നേഹം, അങ്ങനെ പലതരത്തിൽ ഈ ഒരു നഷ്ടം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. ഏതായാലും മരണ വിവരം ഇപ്പോൾ കുടുംബം സ്ഥിരീകരിച്ച് നൽകുന്നു. ഇനി മറ്റു നടപടിക്രമങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന അടക്കമുള്ള കാര്യങ്ങൾ. അദ്ദേഹം വർഷങ്ങളായി അമേരിക്കയിൽ തന്നെയാണ് താമസം. ജനിച്ചത് മുംബൈയിലെ മാഹിമിലാണെങ്കിലും പിന്നീട് താമസം അമേരിക്കയിലേക്ക് മാറിയിരുന്നു. വർഷത്തിൽ 1 2 തവണയൊക്കെ സാധാരണ അദ്ദേഹം മുംബൈയിലേക്ക് വരാറുള്ളൂ. മലബാർ ഹില്ലിൽ അദ്ദേഹത്തിന് ഒരു വസതിയുണ്ട്. അവിടെയായിരുന്നു അമ്മയടക്കം താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദീർഘനാൾ അവിടെ താമസിക്കാറുണ്ടായിരുന്നില്ല. സ്ഥിരമായി അമേരിക്കയിൽ തന്നെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ വെച്ചാണ് ഈ മരണവും സംഭവിക്കുന്നത്. എന്തായാലും രാജ്യത്തിന് അത് തീരാ നഷ്ടമാവും എന്ന കാര്യത്തിൽ അതിൽ ഒരു സംശയവുമില്ല. കാരണം ഇന്ത്യൻ സംഗീതത്തിൻ്റെ പ്രശസ്തി, അതിൻ്റെ ആഴമൊക്കെ ലോകവേദികളിൽ മാറ്റിയ, അല്ലെങ്കിൽ ആ ലോകവേദികളിൽ അറിയിച്ച ഒരു സംഗീതജ്ഞൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു താള വിദ്വാൻ എന്ന് പറയാം, ഒരു മ്യൂസീഷ്യൻ എന്നറിയപ്പെടാൻ തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചതും ആ രീതിയിൽ തന്നെയാണ് അദ്ദേഹം അറിയപ്പെടേണ്ടതും.